ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെയായിരുന്നു പരിപാടികൾ? ഇവിടെ അങ്ങനെ സ്പെഷ്യലായിട്ട് പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നൈറ്റ് ഫുഡ് വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ. എന്തെങ്കിലും പുറത്തുനിന്ന് മേടിക്കാം അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വേറെ പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പുറത്തേക്കൊന്നും പോയില്ല. ഞങ്ങൾ വീട്ടിൽ തന്നെ ഞങ്ങളെല്ലാവരും കൂടി വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ ആഘോഷിച്ചത്. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞിട്ടില്ല, കുളിക്കാൻ വിചാരിച്ച് നിൽക്കുമ്പോഴായിരുന്നു ഒരു വട്ടം വന്നത്. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വരുമ്പോൾ. അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വൃത്തിയാക്കി വെച്ചിട്ട് കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്നിട്ട് വേഗം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴുകി വൃത്തിയാക്കി വെക്കണം. അപ്പോൾ ചോദിച്ചിട്ട് പറഞ്ഞു ഒരെണ്ണം വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയാണെങ്കിൽ അവിടെ സബോള, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഞാനത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് അങ്ങനെ നേരെ ഫ്രഷ് ആകാൻ പോയിട്ട്. അപ്പോൾ ചോദിച്ചേട്ടനാണ് വെക്കുന്നത്. ചോട്ടൻ വെക്കുമ്പോൾ ആദ്യം ആ മസാലയൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടൊന്ന് കുക്കറിൽ വേവിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സബോളയും ഇതൊക്കെ വാട്ടി മസാല ഒക്കെ ഇടുക. ചോട്ടൻ വെക്കുന്ന കാരണം പിന്നെ എനിക്ക് ആ ഭാഗത്തേക്ക് നോക്കേണ്ടി വന്നില്ല കേട്ടോ. അങ്ങനെ ആൾ നല്ല സൂപ്പറായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. ഇറച്ചിയൊക്കെ പോർക്കും അതുപോലെ നന്നായി വെക്കും. ബീഫും നല്ലോണം വെക്കും കേട്ടോ. ബീഫ് ഞാൻ കഴിക്കാത്ത കാരണം ചോട്ടൻ വെക്കുന്ന ബീഫിൻ്റെ രുചി എനിക്കറിയില്ല. പോർക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട്, അത് നല്ല ടേസ്റ്റിൽ വെക്കും കേട്ടോ. അപ്പോഴേക്കും ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയിൽ നോക്കിയപ്പോൾ ചോറിൻ്റെ കുക്കിംഗ് ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യും, ടേസ്റ്റ് നോക്കുമെന്ന് പറഞ്ഞാൽ ടേസ്റ്റൊക്കെ നോക്കി നന്നായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനി വേറെ പണികളൊന്നുമില്ല. ചപ്പാത്തി ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനും ചോദിച്ചിട്ടും കൂടി കുറച്ച് നേരം പുറത്ത് വന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ചിരുന്നു. നല്ല രസമല്ലേ? അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്ത് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതൊക്കെ അങ്ങനെ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് കണ്ണപ്പൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഭയങ്കര കുസ്തിയായിരുന്നു ചോദിച്ചിട്ടും കണ്ണപ്പനും കൂടിയിട്ട്. അച്ഛാ നമുക്ക് അടി കൂടുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ അവിടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ കളി കാര്യമാവാൻ തുടങ്ങി. ചോദിച്ചിട്ട് അവൻ നന്നായി മാന്താനൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ അവനെ എണീപ്പിച്ച് കൊണ്ടുവന്നു. അതൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ കഴിക്കാതിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ണപ്പന് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബിരിയാണി റൈസ്. അപ്പോൾ അത് അവന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് വാങ്ങി അവൻ ചപ്പാത്തി കഴിക്കില്ല. ഞങ്ങൾ ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടി ഞങ്ങളും കഴിച്ചു. നന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതാ അവനെ ഉറക്കാമെന്ന് വിചാരിച്ചതായിരുന്നു ഞാൻ. പക്ഷേ അവനുണ്ട് ഉറങ്ങുന്നു. അവനിതവിടെ ഭയങ്കര ഡാൻസും ബഹളും എന്തായിരുന്നു അറിയോ. അവനാണ് ശരിക്കും ആഘോഷിച്ചത്. അവൻ ഉറങ്ങില്ല, ഞാൻ ഉറങ്ങില്ല അമ്മയെന്ന് പറഞ്ഞിട്ട് ടി വിയിൽ പാട്ട് വെച്ചിട്ട് അതിനനുസരിച്ച് ഡാൻസ് കളിക്കലായിരുന്നു പണി. എന്നിട്ട് അച്ഛനെയും അച്ഛമ്മേനെയും ഒക്കെ അവൻ്റെ കൂടെ കളിപ്പിക്കുക. ഇതുപോലെ കേക്ക് വാങ്ങിക്കൊണ്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഞാൻ ഉറങ്ങുള്ളൂ അമ്മയെന്ന് പറഞ്ഞിട്ടായിരുന്നു അവൻ്റെ കളി. കുറേ നേരം അത് തന്നെയായിരുന്നു, ഡാൻസ് തന്നെയായിരുന്നു കേട്ടോ. ചോദിയേട്ടനും അമ്മ എല്ലാവരും കൂടി അവൻ്റെ കൂടെ കളിക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞത് ആ കേക്കൊക്കെ കട്ട് ചെയ്തു, ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു. അമ്മച്ചേനെ അനുവിനെയൊക്കെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അവന് ശരിക്കും ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ടാറ്റാ ബൈ.